എവിടെയടി അമ്മാവൻ? അങ്ങനെ ഇതുവരെ കാണുന്നില്ലല്ലോ. ആ തങ്കപ്പ മുതലാളി അടുത്ത് ചോദിക്കാൻ പോയേക്കൂലേ, പോയിട്ട് വരട്ടെ, സമാധാനം കൊടുക്ക്. തങ്കപ്പൻ മുതലാളിയല്ല, തങ്കപ്പൻ ചെറ്റാന്ന് പറ. അല്ലെങ്കിൽ ആ കണ്ണി ചോറിലത് വൃത്തികെട്ടവൻ നമ്മൾ ഇങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടൂ, നീ പറ. അങ്ങനെയൊന്നും പറയില്ലടി. എങ്ങനെ പണിയണം? അതെ, ഇറക്കി വിട്ടതിന് കാരണമുണ്ട്, നിങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങളെന്ത് ചെയ്തടി? എടി നിങ്ങളല്ലേ കണ്ട അവന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ച് ചേച്ചി പേരുദോഷം ഉണ്ടാക്കിയത്. പന്നപ്പാട്ടെ ഗുണ്ടുമണി, നീ മിണ്ടി പോരുത്. നീ ആ പേപ്പർ തലച്ചയും കൂടെ ചെന്ന് പോലീസും പ്രശ്നമായി അവര് അത് കാണില്ല നമ്മൾ അവരെ ഇറക്കി വിട്ടത്. എന്നിട്ട് ഇടി മൊത്തം കൊണ്ട് നടക്കാം ഞങ്ങൾക്ക്. അവളുമാരുടെ ഓരോരോ കളി പന്ന പിശാശ്. എടി അമ്മ ഇല്ലടി അവരുന്നേ. എവിടെ ഇനീക്ക് കൈതാ. അമ്മ പോയിട്ട് എന്തായി അമ്മാവാ? ഒന്നും ആയില്ല മക്കളെ. മോലാളി അമ്പിനും ബില്ലിനും അടുക്കണില്ല. അയ്യോ അമ്മാവ് മൂപ്പിന്നിന്റെ കാല് വരെ പിടിച്ചു നോക്കിയ, പക്ഷെ മൂപ്പിന്ന് അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ആ കാലെ വരെ അയാളെ അങ്ങ് നിലത്തടിച്ചാ പോരായിരുന്നു അമ്മാവാ. മണ്ടത്തരം പറയാതെ പെണ്ണ, ഈ സമയത്ത് എടുത്തു ചാടിയിട്ട് ഒരു കാര്യമില്ല. സമാധാനപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കണം. ഈ സമാധാനപരമായി ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ കിട്ടിയായിരുന്നോ? ഈ പണി. അതെ, നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്താലോ പോലീസ് സ്റ്റേഷനില്? എന്തായിരുന്നു പറഞ്ഞു കൊടുക്കും? മുന്നറിയിപ്പില്ലാതെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. അങ്ങനെയുള്ള നിയമമൊക്കെ ഉണ്ട്. അതിന് എഗ്രിമെന്റ് വേണം മോളെ. ഞാൻ ഈ 2 സാധനത്തിന്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞു, വെറും 100 രൂപയുടെ മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് എഴുതാൻ. കേക്കോ? ആ സമയം നീ എഴുത്, ഞാൻ എഴുതും, നീ എഴുത്, ഞാൻ എഴുതുന്ന പറയും. അടികൂടിയ ടീംസ് ആണ് അവര്. അല്ലെങ്കിൽ ഇവർക്ക് അടികൂടാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പഴേ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഞാൻ അമ്മാവിന്റെ അടുത്ത് അന്നേ പറഞ്ഞു, ഈ പീക്ക് തളിച്ച ഉൾപ്പെടെ അവളുമാരെ എല്ലാം അവിടുന്ന് അടിച്ചിറക്കി ചാണകവളം തളിക്കുന്ന അപ്പൊ കേട്ടില്ല. ഇപ്പൊ നടുറോഡ് ഇന്ന് അനുഭവിച്ചോ? അതെ, നമ്മൾ ഇവിടെ കിടന്ന് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താ അടുത്ത ചെയ്യാന്നൊന്നും ആലോചിക്കേ. അമ്മാവാ എന്തോ ചെയ്യാ? എന്തെങ്കിലും ഒരു അടിയുണ്ട്. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ പോവാ. അത് നല്ല ഐഡിയ. അപ്പൊ എന്റെ അമ്മ വയ്ക്കുന്ന ഫുഡൊക്കെ ഞങ്ങൾക്ക് കഴിക്കാം. ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞു, നിന്നെ ആരും കൊണ്ടുപോകുന്നില്ല. അയ്യടി, അതെങ്ങനെ ശരിയാണ്? നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് രക്ഷപ്പെടണോ? പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ പറയുന്നത്? ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടത്തിൽ വെക്കണം. പറ, സൊല്യൂഷൻ പറ. അടുത്ത ആൾ സൊല്യൂഷൻ പറ. ഇങ്ങനെ ചോദിച്ചാ പെട്ടെന്ന് ചോദിച്ചോണ്ട് എനിക്കൊന്നും പിടി കിട്ടുന്നില്ല. അയ്യോ, അല്ലെങ്കിൽ തന്നെ പിടി കിട്ടുകയും ചെയ്യും. തലമുണ്ടക്ക് ഇഷ്ടംപോലെ ബുദ്ധി ഉണ്ട് താനും. അതല്ല മോളെ, പിന്നല്ലേ എന്ത്? അതായത് ഇപ്പം പെട്ടെന്നൊരു വീട് നമുക്ക് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അഡ്വാൻസ്, നല്ല അഡ്വാൻസ് കൊടുക്കണം. അഡ്വാൻസ് പൈസ ഉണ്ടോ? ഉണ്ടാ? നിന്റെ ഉണ്ടാ? ഇതാണ്. ആരേലും 5 പൈസയും ഇല്ല. പിന്നെ എന്ത് ചെയ്യും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു 2 ദിവസം നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറ്റിയെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും മോലാലിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആ വീട്ടിലെ താക്കോലിച്ച് വാങ്ങിക്കാമായിരുന്നു. അമ്മാവാ, അതെ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്കുറയോ? എന്തിന് പറഞ്ഞേ? അത് പിന്നെ നമുക്ക് 2-3 ദിവസത്തേക്ക് ഇച്ചിയുടെ വീട്ടിൽ പോയിരുന്നല്ല. അതാവുമ്പോ പശുവിന്റെ ചൊറിച്ചിലും കക്കയുടെ കടിയും മാറി കിട്ടുമല്ലോ, അല്ലേ അമ്മാവാ? അല്ല, പവിയുടെ ഉള്ളപ്പോഴാ അതൊന്നും നടക്കൂല. വേറെ വല്ല വഴി നോക്ക് നീ. ആ പിങ്കിയും രമ്യയും കോളേജ് ഹോസ്റ്റലിൽ പോയി. നമ്മൾ വല്ല സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഉടങ്ങാനും പോയി നിൽക്കായിരുന്നു. അതിന് എന്നെ കണ്ട കോളേജിൽ പഠിക്കുന്ന പയ്യനായിട്ട് തോന്നുമോ മോളെ? അമ്മാവന്റെ കാര്യമല്ല. പിന്നെ ഞാനവിടെ പോവും. അമ്മാവൻ ഭാര്യ വീട്ടിലോ ബന്ധുന്റെ വീട്ടിലോ എല്ലാം തൽക്കാലം പോയി നിൽക്കേ. അതങ്ങനെ ശരിയാവും. നിങ്ങളെവിടെ എനിക്ക് അങ്ങനെ പോകാനൊന്നും പറ്റൂല. ഒന്നാമത് കാലം കെട്ടുകിടക്കാണ്. എന്നാ പിന്നെ ഒരു ഐഡിയ പറ. എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടാ. നമുക്ക് 2 ദിവസത്തേക്ക് എന്റെ പെങ്ങളെ വീട്ടിൽ പോയി നിൽക്കാം. ആ സമയം കൊണ്ട് ഞാൻ മുതലാളി ഒന്നുകൂടെ പോയി കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ക്ലിയർ ആക്കി വരാം. എന്ത് പറയാൻ വരട്ടെ? അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്റെ പൊന്നവന്തി, ഇപ്പൊ ഈ സൗകര്യത്തിന്റെ കാര്യം പറയാണ്ട് ഉള്ള സ്ഥലത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ട്. അതെ, നടുറോഡ് നിൽക്കുക. എന്നാ പിടി പിടി പിടി. അമ്മാവാ എങ്ങോട്ടാ കൂടെ പറ. ഏത് നേരം ഈ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടാനാണ് എനിക്ക് യോഗം. ഒരു നേരമെങ്കിലും പുറത്തുനിന്ന് ആഹാരം മേടിച്ച് തരാൻ പറഞ്ഞാൽ ആ മനുഷ്യനെയും കൊണ്ട് ഒക്കത്തില്ല. ഓരോരുത്തരൊക്കെ മൊബൈൽ വഴി ബുക്ക് ചെയ്താ 4 നേരം ആഹാരം കഴിക്കുന്ന. ഞാൻ തോനെയൊന്നും പറയുന്നില്ലല്ലോ. എന്താണ് ഇടന്ന് കുണുകൂടാ നലക്കണത്? എന്താണ് എന്റെ പ്രശ്നം? എന്താ എനിക്കിങ്ങനെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കാൻ വയ്യ. പണിയെടുക്കാൻ വയ്യെങ്കിൽ പണിയെടുക്കണ്ട, കയറി കിടന്നുറങ്ങ്. പിന്നെ എന്തോ കഴിക്കും ഉച്ചക്ക്? എനിക്കൊന്നും വേണ്ട, ഞാൻ വല്ല ചക്കയമാക്കാൻ നിന്നോളാം. അപ്പൊ ഞാനും കൊച്ചും എന്തോ കഴിക്കും? നിനക്കും കൊച്ചിന് വേണമെങ്കിൽ എല്ലാം ഉണ്ടാക്കി തിന്നണം. എന്നാലും നിങ്ങൾക്ക് പുറത്തുനിന്നൊന്നും മേടിച്ചു തരാൻ കഴിയത്തില്ല. ഓ, പുറത്തുനിന്ന് മേടിച്ചു തരാൻ നിന്റെ ചേട്ടനും നിന്റെ അമ്മയും കൂടെ ഒരുപാട് സ്ത്രീധനം തന്നല്ലേ കെട്ടിച്ചു വിട്ടത്. അപ്പൊ ഞാൻ പുറത്തുനിന്ന് മേടിച്ചോണ്ട് തന്നേ പറ്റൂ. ഓ, നിങ്ങൾ ആ വർത്താനൊന്നും പറയണ്ട. അവര് തന്ന വീട്ടിലല്ലേ നിങ്ങൾ കയറി കിടക്കുന്നത്? വീട് താജ്മഹലല്ലേ വീട്. നീ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒറ്റത്തുള്ളി വെള്ളമെങ്കിലും വെളിയിൽ പോടി.
എല്ലാം അതിനകത്തല്ലടി വീണ. അത് നിങ്ങൾ മെയിൻ്റെനൻസ് പണി അങ്ങോട്ട് ചെയ്യണം. മെയിൻ്റെനൻസ് ചെയ്യാൻ നിന്റെ ആങ്ങളടുത്ത് ഇത്തിരി പൈസ വെച്ചായിരുന്നു. ഓ അത് ഇനി അവരങ്ങോട്ട് തരണം. എന്നാലും നിങ്ങളുടെ കാശിന് പറ്റില്ലേ ഇതൊന്നും? പട്ടി എന്റെ വീട്ടിലേക്ക്. എന്നാ അവിടെ കിടക്കട്ടെ. അമ്മാവാ ഓ ഇവിടെയാണോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്? മോളെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതല്ലേ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. സൗകര്യം കുറവാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇത്രയും കുറവാണെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അമ്മാവാ. ഇവിടെ എങ്ങനെ നമ്മൾ താമസിക്കും അമ്മാവാ? ഐ ലൈക്ക് ഇറ്റ്. ഒരു 90s 70s ഒക്കെ ഒരു ഫീൽ ഉണ്ട്. ആണോ? അപ്പൊ അമ്മൂമ്മക്ക് അത്രയും ഏജ് ഉണ്ടായിരുന്നോ? അമ്മൂമ്മേ ആ കേറി വാ അമ്മൂമ്മേ. ചക്കിമോളെ, ഇങ്ങോട്ട് വാ. സുഖം തന്നെ. എന്തൊക്കെ വിശേഷം? വിശേഷമൊന്നുമില്ലേ? ഇതൊക്കെ നിന്നെ പോലെ തന്നെ മാമന്റെ മക്കളാണ്. ഓ ഇത്രയും മക്കള്. എന്റെ സഹോദരിയുടെ മോള് ചക്കുകുട്ടി. മക്കളെ, അമ്മ എവിടെ? ആ പോയി വിളിച്ചിട്ടാ പോ. അതെ, നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷനെ 2 ലക്ഷം രൂപ ആരാ കൊണ്ടു തന്നെ? എന്റെ ഏട്ടൻ തന്നെ അല്ലേ? അതുകൊണ്ട് എന്നിട്ട് അതൊന്നും ഈ കണക്കിൽ കാണുന്നില്ലല്ലോ. എടി അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇത് അളിയന്റെ കടമയല്ലേ? അതൊക്കെ അളിയന്റെ കടമ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അമ്മേ, മാമൻ നിൽക്കുന്നു. ഏട്ടാ, മാമന്റെ മക്കളും ഉണ്ട്. മക്കളോ? അളിയന്റെ ഭാര്യ പെറ്റാ? അമ്മ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോടി. ഒന്ന് പോ മനുഷ്യ. വെളിയിൽ നിൽക്കുന്നു. അത് വേറെന്തോ കാര്യവാ. ആ പോയി നോക്കാം. ഓ നമുക്ക് സീറ്റ് കിട്ടിയില്ല. നല്ല കാറ്റുണ്ടല്ലേ മോളെ? ആര്? അല്ലയാ അളിയാ ഹായ്. ഹായ്. എന്തോന്നല്ലേ വിമൻസ് കോളേജ് വിട്ടാ? അയ്യോ അല്ല, ഞാൻ അവിടെ താമസിക്കുന്നില്ലേ, എന്റെ കൂടെ താമസിക്കുന്ന പിള്ളേര്. ഇത്രയും പിള്ളേരാ? ഓ ഇതേ എന്റെ അനീതി ജാനകി, അതാണ് എന്റെ രഘു. രഘു വെറും രഘു അല്ല, തോട്ടരകത്ത് വീട്ടിൽ രഘു. എന്നിട്ട് ആ തോട്ടരകത്ത് വീടൊന്നും ഇപ്പൊ കാണാനില്ലല്ലേ അളിയാ? വീട് തോട് കൊണ്ടുപോയി, പക്ഷെ വീട്ടുപേര് ഇപ്പോഴും ഉണ്ട്. തോട്ടരകത്ത് വീട് അതുണ്ടാവും. അല്ല ഏട്ടൻ എന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് അവരെയൊക്കെ കൂട്ടി. അതൊക്കെ ഞാൻ പറയാം. നീ വാ, കാര്യം പറയട്ടെ. വാ വാ. ഞാനും കൂടെ ചെല്ലാം, അല്ലെ അളിയൻ ചിലപ്പോ പിണകും. കാണാം. ഇടി ചാരു, ദേ ഞാൻ എന്റെ വീട്ടിൽ പോകട്ടോ, എന്നെ കൊണ്ടുപോയി ഇവിടെ നിൽക്കാനൊന്നും. കൂടെ നിന്നിട്ട് ചുമ്മാ സെൽഫിഷ് ആവില്ലേട്ടാ വന്തി. ഇടി ഞാൻ സെൽഫിഷ് ആയതല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടല്ലേ നീ ഇവിടുത്തെ സിറ്റുവേഷൻ? ഇവിടെ നമ്മളെല്ലാവരോടും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഞാനേ എന്റെ അമ്മ വിളിച്ച് സംസാരിക്കട്ടെ. വീട് വേണ്ട, എടി വീട് അങ്ങോട്ട്. എനിക്കെന്തായാലും ഈ വീട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ നിൽക്കാൻ പോവാ. നല്ല വീടല്ലേ? ബോംബെയിലെ ഗലികളിൽ ഇതുപോലത്തെ വീട് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചോ ഇതുപോലത്തെ വീട്ടിൽ താമസിക്കേണ്ട ഗതികേട് വരുമെന്ന്. ആ ഹലോ അമ്മ, വീട്ടിലുണ്ടോ? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എവിടെ പോയി? ബാംഗ്ലൂർക്കോ? എന്തിനാ? താക്കോൽ എവിടെ വെച്ചിട്ട് പോയത്? നന്നായി. അതെ, സ്വന്തം മോള് ജീവിച്ചിരിപ്പോഴൊരു ഓർമ്മ വേണം. അങ്ങോട്ടോ ഇങ്ങോട്ടെങ്കിലും പോകുമ്പോഴേ വിളിച്ചൊന്ന് പറയാനുള്ള മര്യാദയിലും കാണിക്കണം കേട്ടോ. വിളിച്ചിട്ട് പോയേ. പോകുന്നില്ല കുഞ്ഞെ. ബാഗ് എടുത്ത് ബാഗ് ഇവിടെ അങ്ങോട്ട്. എടി ഇതിനെ വേണ്ടി പറയണത് മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന്. നമ്മൾ ഇവിടെ എത്തണം എന്ന് വിധി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എത്തും. മനസ്സിലായ? നിന്നോട് ചോദിച്ചാ ഞാൻ പറയും. എന്താ കാര്യം പറ. അളിയൻ കാര്യം പറയാ. അതെ, ഈ പിള്ളേര് ഞാനായിട്ട് ആ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നേ. അവിടെ നിന്ന് മോലാട് വിളിച്ച് പെട്ടെന്ന് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞു. പെയിന്റ് അടിക്കണുണ്ട്. ആ പെയിന്റ് അടിക്കൽ അതാ മൊത്തം വീട് ഒരുമിച്ചാണ് പെയിന്റ് ചെയ്യണം. അതുകൊണ്ട് 10-25 പേര് വന്നിരിക്കുന്നു ജോലിക്കാർ. അങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ ഈ പിള്ളേർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരാളെ മാറ്റി, ഈ പിള്ളേരെ മാറ്റി താമസിക്കുന്ന കാര്യത്തിൽ മറന്നുപോയി, കാര്യം എടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാനും പിള്ളേരും കൂടി ഇവിടെ വന്നത് 2 ദിവസം ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ശരിയാവത്തില്ല. അല്ല, അളിയൻ പറഞ്ഞ തീരുമാനം കറക്റ്റ് ആണ്. അതെങ്ങനെയാ? ഇവിടെ ഉള്ളവർക്ക് കഴിയാൻ പോലുള്ള സ്ഥലവും സൗകര്യം ഇവിടെ ഇല്ല. പിന്നെ അതിന് പിള്ളേരെ കൂടെ കെട്ടിപ്പിടിച്ചോണ്ട് വരുന്നത്.
അല്ല എന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും. ഞാൻ ആ സൈഡിലെ റൂമിൽ അങ്ങ് ഒതുങ്ങി പിള്ളേർ കൊടുത്താൽ അങ്ങ് ഒതുങ്ങി ശരിയാകത്തൊന്നുമില്ല. ഒരുമ ഉണ്ടെങ്കിൽ ഒലക്ക മേലും കിടക്കാം. ആഹാ, നിങ്ങളെന്നാ ഒരളിന്റെ പുറത്ത് ഒലക്കയുടെ പുറത്ത് പോയി കട. എടി ഞാൻ പറയണ ഒന്ന് കേക്ക്. ആ സൈഡിലെ റൂം തന്നാൽ ഞാൻ പറഞ്ഞില്ലേ അവരവിടെ പിള്ളേർ മിണ്ടാതെ കിടന്നോളൂ. എന്റെ പൊന്നി ഏട്ടാ ഒന്ന് ശരി, അതിലിവിടെ കാല് വെക്കാനുള്ള ഇടവില്ല. ചേട്ടാ ഒരു കാര്യം ചെയ്യാം, അവരെ ഹോട്ടൽ റൂമിൽ അങ്ങനെ കൊണ്ടുപോകും. ഹോട്ടൽ എന്ന് പറഞ്ഞു ഹോട്ടൽ റൂമിൽ പൈസ തരുമോ? പൈസ വേണ്ടേ? 2 ദിവസത്തെ കാര്യമല്ലേ അവരവിടെ കിടക്കട്ടെ. നമ്മളവിടെ കിടക്കും 2 ദിവസം എന്നുള്ളതെന്ന് പറയാം. നമുക്ക് കാളെ കിടക്കാം, അവര് ബെഡ്റൂമിൽ കിടക്കട്ടെ. ആഹാ, അതൊന്നും ശരിയാകത്തൊന്നുമില്ല. ഇത് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ചേട്ടാ വേറെ വല്ല കാര്യം നോക്ക്. അളയ ഇത് ആരാ വീടാണ്? ഇത് അളിയന്റെ വീടാണ്. അളിയന്റെ വീട്ടിൽ അളിയൻ കിടക്കരുതെന്ന് പറയാനുള്ള കാര്യം നമുക്കുണ്ടോ? അത്ര മനസാക്ഷി ഇല്ലാത്തവനല്ല നമ്മള്. അതാണ് അളിയ വീട്ടിൽ എവിടെ വേണമെങ്കിലും കിടന്നോ, ഞാൻ വെളിയിൽ പോയി കിടന്നോളൂ. അളിയനാണ് അളിയാ, എന്റെ അളിയൻ. അളിയൻ കൊറോണയ്ക്ക് ശേഷം വല്ലാതെ അങ്ങ് മാറിപ്പോയി കേട്ടാ. കൊറോണ എന്നെ ഒരു മനുഷ്യനാക്കി. എന്തായാലും എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ ശരി. അതെ, നിങ്ങൾ എന്താ കണ്ടിട്ടേ അളിയനോടും പിള്ളേരോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞത്? നീയല്ലേ പറഞ്ഞ അളിയൻ നമുക്ക് വേണ്ടി തന്ന വീടാണെന്ന്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മനസാക്ഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ അളിയൻ തന്ന വീടാന്ന് പറയുന്നത് അളിയന്റെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അളിയൻ പറഞ്ഞെല്ലാം കേൾക്കാൻ പറ്റുമോ? ആടാ മക്കളെ വരി, എല്ലാരും വരി. ബാഗ് ഇങ്ങോട്ട് ഇവിടെ വൈ. മക്കളെ എല്ലാവരും അവിടെ വച്ചോടി. ഇതാണ് ഇവിടെ ഉള്ള ഒരേ ഒരു ബെഡ്റൂം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല വിശാലമായ സ്ഥലം അല്ലേ? ഞാന് അളിയൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ 2 ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, നോക്ക് മക്കളെ, അളിയനും പെങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. നോക്കന്ത് സന്തോഷമില്ലാത്ത? അയ്യോ അമ്മാവ, എനിക്ക് ഭയങ്കര സന്തോഷാ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ സന്തോഷം തുള്ളിച്ചാടി വീട് അങ്ങോട്ട് ഇടിഞ്ഞ് വീടാ, അതും അടുത്ത പണിയാവുന്നതുകൊണ്ട്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 4 പേരും ഇവിടെ കിടന്നു. അമ്മാവ അതെങ്ങനെ? നമ്മള് 4 പേർക്കൂടെ ഇവിടെ നിൽക്കാനും സ്പേസ് ഇല്ല, പിന്നെ എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു പറ? എന്റെ അമ്മാവ ഇവള് കുറെ നേരമായി വന്നപ്പോ മുതൽ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. അമ്മ ഒരു കാര്യം ചെയ്യും, ഇവക്ക് മാത്രം 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തു കൊടുക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു വിളിക്കാം. ഇറങ്ങിപ്പോ. ശരി. അതെ, ഞാൻ നല്ല അന്തസ്സോടെ തറവാട്ടി ജനിച്ചു വളർന്ന പെൺകുട്ടിയെ കേട്ടോ. ഇങ്ങനെയൊന്നും ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല, അതാ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട്. ആണോ? അതുകൊണ്ടാ പറഞ്ഞ ഇറങ്ങിപ്പോയിക്കോ. ഞാൻ നിങ്ങളുണ്ടല്ലോ മക്കളെ ഇവിടെ കിടന്ന് ഇങ്ങനെയൊന്നും വഴക്കുണ്ടാക്കല്ല. അവൾ അറിഞ്ഞ മോശമാണ്. ഞാൻ ഇങ്ങനെയാണ് പിള്ളേരെ വളർത്തുന്നൊന്നും ചോദിക്കൂലേ? പിന്നെ അല്ലാണ്ട് എല്ലാരും കേട്ടോണ്ടിരിക്കല്ലേ. അമ്മാവാ സമാധാനിക്കേ. അവന്തി കുറെ നേരം കൊണ്ട് നീ സംസാരിക്കാൻ തുടങ്ങിയതാ. ഇനി നീ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ ചുരുട്ടി കൂടി ഞാൻ എടുത്താ കായലെറിയും കേട്ടല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തമാശ. നീ പണ്ടേ പറ്റിയ തമാശ കരി ഇവിടെ ഇരിക്കും. ഞാനേ തമാശ പറഞ്ഞതല്ല കേട്ടല്ല. അവളുടെ തമാശ എന്തുകൂടി കാണിക്കുന്ന? ഇനി ഒരു അക്ഷരം വേണ്ടിയാണ്ടല്ലോ ഒറ്റടി വെച്ചു. അതെ, ഇവിടെ സൗകര്യങ്ങൾ ഇത്തിരി കുറവാണ്, എങ്കിലും എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? അയ്യോ ഇല്ല ചേച്ചി, നല്ല വിഷമുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും കൂടെ അടുക്കളയിലോട്ട് പോവാം. ആ ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ. എടി നീ വിചാരിക്കും പോലെ ഇതൊക്കെ പാചകമൊന്നും അറിഞ്ഞൂടാ. അത് കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചോളാം. വാ എല്ലാരും വാ. നിങ്ങൾ പോയിക്കോ, ഞാൻ പറയാ വന്നാളെ. എന്റെ ദൈവമേ, ഒരു 2 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ മതിയായിരുന്നു. ഇങ്ങനെ പതിയെ നിൽക്കാതെ എളുപ്പം തന്നെ ആവട്ടെ. ഇത് ഇന്ന് കഴിക്കാനുള്ള സാധനമാ, നാളത്തേക്കല്ല. വേണ്ടാത്ത പണിക്ക് പോണെന്തിനാ? ഓ പോയാ ഊതി കത്തിക്ക്. അങ്ങനല്ല വെക്കേണ്ടത്. ഇത് പൊട്ടിക്കണ്ടേ? പിന്നെ പൊട്ടിക്കാതെ പറ്റുമോ? സബോള അരിയാണ്ടോ ചേച്ചി? സബോള അരിയുണ്ടോ? ഊതിത്തരാം. ഞാൻ ഊതണോ? മറ്റേ കൊതുമ്പെടുത്തോണ്ടേ ബാ, അതാകുമ്പോ കത്തിക്കോളൂ. വല്ലതും നടക്കുവോ ഇവിടെ? കൊതുമ്പെടുക്കാനും പിച്ചാത്തി കുറെ നേരം കൊണ്ട് കയ്യിലിരിക്കുക. ഒരു കാര്യമായിട്ട് അരിയുന്നത് ഞാൻ കാണുന്നുമില്ല. കത്തിച്ച് ഞാൻ കത്തിച്ച്. ഞാനൂതാ. കത്തി സാധനം കത്തിയാ വീണ്ടും ഊതണ്ട. കത്തിയെങ്കിൽ വേറെ ജോലി ചെയ്യ്. ഞാനിത് നോക്കിയേക്കാം. എനിക്കിതൊന്നും ശീലല്ലേ ചേച്ചി, അതുകൊണ്ടാ. ഇങ്ങനെയൊക്കെയാ ശീലിക്കുന്നത്. അരി നീ കത്തിയില്ലടേ. എന്റെ ദൈവമേ,
എടി ചാരു, ദേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ആടുജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലെയാണല്ലോ. ഞാൻ ഇപ്പൊ വിചാരിച്ചുള്ളൂ. നീ എന്നെ മനസ്സ് വായിച്ചാ സെറ്റടി. അതിനുള്ള കഴിവ് നിനക്കുണ്ടല്ലേ? വല്ലാത്ത കഴിവ് തന്നെ. എടി ഈ ഒരു അവസ്ഥക്ക് ഞാൻ പിന്നെ വേറെ എന്തോന്ന് പറയണമെന്ന് പറ. നീ എന്തിനാ എന്റെ ചൂടാവുന്നേ? പിന്നെ ചൂടാവാതെ. എടി ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. നിനക്കറിയാലോ ഞാൻ കുറച്ച് റിച്ച് ആണ്. നീ പിന്നെ പണ്ടം കണ്ട് ഓർഫനേജ് വളർന്നോണ്ട് നിനക്കത് മനസ്സിലാവത്തില്ല. ഹലോ, ഞാനും ബൈ ബർത്ത് റിച്ച് ഫാമിലി തന്നെയാണ്. അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ മാത്രമൊന്നും അല്ല. ബൈ ബർത്ത് റിച്ച് ആയിരിക്കും. ഇപ്പൊ കെയർ ഓഫ് പ്ലാറ്റ്ഫോം ആണോ? പിന്നെ കൂടുതൽ സംസാരിക്കില്ല പെണ്ണെ, കണ്ടല്ല. അത് വിധിയുടെ വിളയാട്ടം. ഞാൻ എന്നാ ചെയ്യാനാ? നീയൊക്കെ ചെയ്യണം. നീ തന്നെ നീയൊക്കെ ചെയ്യണം. നീ ഒറ്റ കാരണം ഞാൻ ഇപ്പൊ ഇത് അനുഭവിക്കുന്നത്. ബ്ലാഡി ഫുഡ്. നീ എന്ത് ചെയ്യാറുണ്ട്? നിന്റെ അമ്മ ബാംഗ്ലൂരിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെയല്ലേ നീ ഇവിടെ കുറ്റി അടിച്ചേക്കുന്നത്. ഓഹോ, ഇപ്പൊ നീയൊക്കെ രണ്ട് സെറ്റും കൂടെ അല്ലേ? ശരി, അമ്മ ഇങ്ങ് വരട്ടെ. ആ അമ്മാവ് ഇങ്ങ് വരട്ടെ. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഉള്ള കാര്യം പറഞ്ഞു ശരി. അത് തന്നെ. ഞാൻ തോറ്റു. എന്തോ കാണിക്കുന്ന എന്റെ വീട് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ജീവിക്കും. എന്താ കാണിക്കുന്നേ? മോള് പോയി കിടന്നത് ഇന്നത്തേക്ക് ഇത് മതി. നാളെ കളിക്കാം. നിന്റെ റൂം പോ. നിനക്കെന്താ ഇതിന്റെ കേടാ? കൊച്ചു പിള്ളേരെ പോലെ കൊച്ചു നിക്കലോട് നടക്കുവോ? അവക്ക് കുറച്ചൊക്കെ അടക്കോ നോക്കാൻ വേണം കേട്ടല്ലോ. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ ഈ രാത്രി പോയി കൊച്ചിനോട് കളിക്കാൻ. എനിക്ക് നടുവ് വേദനിച്ച് വയ്യ. നീ കണ്ടല്ലേ രാവിലെ വന്നിട്ട് ഇതെന്നെ കിടന്ന് വിളിക്കണത്. ദേ ചാരു, ഒന്നാമത് എനിക്ക് ദേഷ്യം വന്നിരിക്കാം. ഇവിടെ അടുത്ത് അടങ്ങി ഒതുങ്ങി നിന്നോളാം പറ കേട്ടല്ലോ. കേട്ടല്ലോ. ഓണ്ടോരം നീ നിന്റെ ഈ ചേട്ടനും കൂടെ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കാണിക്കുന്ന പ്ലാൻ അല്ലേ? പുള്ളി നല്ല ഫോമിലാണെന്ന് തോന്നുന്നു. ഇത് തന്നെ എന്തോന്ന് പ്ലാൻ? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താണ് പറഞ്ഞു പറഞ്ഞത്? അളയനൊന്നും മനസ്സിലാവില്ല. എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട അടച്ചേ. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്നെ ഒഴിവാക്കാൻ വേണ്ടി അളയാ ഇവിടെ കുറെ പെണ്ണുങ്ങളെ കൊണ്ടു താമസിപ്പിക്കണം. മോഹൻലാല് ധാരാവി ഒരു രാത്രി കൊണ്ട് ഒഴിപ്പിച്ച പോലെ എന്നെ ഒരു ദിവസം കൊണ്ട് ഒഴിപ്പിക്കാൻ നോക്കണേ. നീയും കൂടെ സമ്മതിച്ചിട്ടല്ലേടാ നമ്മൾ ഇവിടെ താമസിച്ചത്. ഞാൻ എന്റെ മുത്താണ് സത്യം. ഞാൻ സമ്മതിച്ചിട്ടില്ല. കള്ളും കുടിച്ചിട്ട് വന്നിട്ട് എന്റെ തലയിലെങ്ങാനും പിടിച്ച് കള്ളസത്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിന്നെ പിടിച്ചല്ലാതെ അപ്പുറത്തോട്ടുള്ള സുരേഷിന്റെ ഭാര്യയെ പിടിച്ച് സത്യം ചെയ്യണം. അളിയന്റെ വാക്ക് മിണ്ടിപ്പോയ ഇങ്ങനെ പകല് കാണിക്കുന്നത് എനിക്കും മേടിച്ചിട്ട് വന്നിട്ട് കാണിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് എന്തുണ്ടെങ്കിലും നാളെ സംസാരിക്കാം. പിള്ളേര് നിൽക്കാണ് നാണം കെടുത്തരുത്. അയ്യോ ഞാൻ എവിടെ പോയി കിടന്നുറങ്ങോളയാ? എനിക്ക് ഉറങ്ങാനുള്ള സ്ഥലമല്ല നിങ്ങളെല്ലാം കൂടെ തേക്കലാക്കി വെച്ച. ഇനി ഞാൻ എവിടെ പോയി കിടന്നുറങ്ങും? അളിയന്റെ തലയില് ഞാനൊരു ടെന്റ് അടിച്ച് കിടക്കട്ടെ അളയോ? പിള്ളേരെ നോക്കണതാണ് കുഴപ്പം. എന്നെ അടിച്ച് പുറത്താക്കണേന് കുഴപ്പമില്ല കേട്ടാ. ചേട്ടൻ ഇങ്ങനെ നേരം വെളുക്കും വരെയും പുലമ്പിക്കൊണ്ടിരിക്കും. ചേട്ടൻ ഈ പിള്ളേരെ വിളിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ ഇതല്ല നിനക്ക് ഞാൻ അറിയാന്ന് വിളിച്ച വാർഡ് അതിനുള്ള വഴി കണ്ടാ. അവൾ ഉറങ്ങാൻ പോയി. അവക്ക് എന്നെ പേടിയുണ്ടോ അളയാ? പേടിയുണ്ട്. സുന്ദരിമാര് കുറക്കാൻ വിളിച്ചോണ്ട് പോയി. എന്നെ പിടിക്കരുത്. കിടക്കണം. അങ്ങോട്ട് തുറക്ക്. അങ്ങോട്ട് തുറക്ക്. കേട്ടങ്ങോട്ട് ഇതാണ് അമ്മാവൻ പറഞ്ഞ അമ്മാവന്റെ അളിയന്റെ സന്തോഷം. അതല്ല മോളെ, അത് പിന്നെ അളിയൻ കുടിക്കാതിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുടിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. നല്ല പെങ്ങളും നല്ല അളിയനും മൊത്തത്തിൽ നല്ല സെറ്റപ്പ് അമ്മാവാ. ഇവിടെ നമ്മളെന്തിനും വിളിക്കണത്? പോയി കിടന്നുറങ്ങി. അല്ല പുറത്തോട്ട്. വെറുതെ നാണം കെട്ട്. 4 അളി എങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു.